ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളുടെ മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട 5 കാര്യങ്ങൾ. അതിൽ 5-ാമത്തെ കാര്യം മിക്ക മാതാപിതാക്കളും ചെയ്യാറുണ്ട്. 1-ാമത്തെ കാര്യം ഏർലി ഇന്റർവെൻഷൻ. കുട്ടികളിൽ സിംറ്റംസ് കാണുമ്പോൾ തന്നെ നമ്മൾ തെറാപ്പിക്ക് തയ്യാറാവുക എന്നുള്ളതാണ്. കുട്ടികളിൽ സാധാരണയായി ഉണ്ടാകുന്ന ഡെവലപ്മെന്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണുന്നെങ്കിൽ നമ്മൾ എത്രയും വേഗം തെറാപ്പിസ്റ്റിനെ കാണുകയും കുട്ടികൾക്ക് വേണ്ടുന്നതായ ഇന്റർവെൻഷൻസ് നൽകുകയും ചെയ്യാം. ഏർലി ഇന്റർവെൻഷൻ പലപ്പോഴും നമ്മൾ മടി കാണിക്കുകയും അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ടുമാണ് നമ്മൾ പലപ്പോഴും ഈ ഇന്റർവെൻഷൻ പ്രോഗ്രാമിന് മടി കാണിക്കുന്നത്. 2-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ സ്കിൽസ് ആൻഡ് എൻകറേജ്. പലപ്പോഴും കുട്ടികളുടെ കഴിവുകളെ നമ്മൾ തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്നത് കൊണ്ട് വളർന്നു വരുമ്പോഴത്തേക്ക് നമുക്ക് വൊക്കേഷണൽ ട്രെയിനിങ്ങിലേക്ക് അവരുടെ സ്കില്ലുകൾ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരും. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടിയുടെ ആ കഴിവുകളെ അറിയുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ഒരു ജോലിയുടെ തരത്തിലേക്ക് നമ്മുടെ കുട്ടികളെ വളർത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. 3-ാമത്തെ പോയിന്റ് മേക്ക് ദം സെൽഫ് സഫിഷ്യന്റ്. മാതാപിതാക്കൾ കുട്ടികളെ പല കാര്യങ്ങൾക്കും സഹായിക്കുന്നു, അവരുടെ വളർച്ചയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്നു. ADL സ്കിൽസ് എന്ന് പറയും. സ്വന്തമായിട്ട് പല്ല് തേക്കുക, കുളിക്കുക, ടോയ്ലറ്റിൽ പോവുക, ഈ കാര്യങ്ങളൊക്കെ കുട്ടികളെ സഫിഷ്യന്റ് ആക്കിയാൽ മാത്രമേ കുട്ടികൾക്ക് മുമ്പോട്ടുള്ള ജീവിതം പ്രയാസം കൂടാതെ മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. 4-ാമത്തെ പോയിന്റ് ബി പേഷ്യന്റ്. പലപ്പോഴും നമ്മൾക്കില്ലാതെ പോകുന്ന കാര്യം, നമ്മൾ എളുപ്പം കരുതുന്ന പല കാര്യങ്ങളും നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളാണ്. വളരെ ക്ഷമയോടും സ്നേഹത്തോടും സഹിഷ്ണുതയോടും കൂടി പലതവണ ആവർത്തിച്ച് പഠിപ്പിച്ചാൽ അവർക്ക് എളുപ്പത്തിൽ അത് പഠിക്കുവാനായിട്ട് സാധിക്കും. 5-ാമത്തെ പോയിന്റാണ് സെൽഫ് കെയർ. പല പേരൻസും പുറത്തു കൊണ്ടുപോകാൻ മടി കാണിക്കുന്നു, മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാനായിട്ടുള്ള മടി കാണിക്കുന്നു. കുട്ടികളെ സമൂഹത്തിന്റെ ഭാഗമായി വളർത്തുന്നതിന് വേണ്ടി കുടുംബത്തിലെ പരിപാടികളിലായിട്ട് സമൂഹത്തിലെ പരിപാടികളിലായിട്ട് പുറത്തു കൊണ്ടുപോകാനൊക്കെ തയ്യാറാകണം. നിങ്ങളും കുട്ടിയും ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. നിങ്ങൾക്കും സന്തോഷിക്കുവാൻ അവകാശമുണ്ട്.